മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കും. 4 മാസം മുന്നേ അവനെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ എന്നാ പുറത്താക്കി? ഉമ്മ ഒരു പുസ്തകം എന്ത് ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി ഇരുന്ന് പറഞ്ഞു. രണ്ട് പൊട്ടന്മാർ തമ്മിൽ അടികൂടി എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം. അതിലോട്ടാണ് നമ്മുടെ യാത്ര. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. അഖിൽ മാരാർ അഥവാ അഖിൽ കോട്ടാത്തല. എടേ, ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, മാരാർ എന്നുള്ളൊരു സംഭവം. അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നിലപാടുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ചുമ്മാ വെറും പ്രഹസനം മാത്രമേ ഉള്ളൂ, വെറും പട്ടിച്ചു, അല്ലാണ്ട് ഒരു തേങ്ങയും ഇല്ല എന്നുള്ളൊരു കാര്യം കാലക്രമേണ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ പിന്നെ അങ്ങേരെ ഇതിലൊന്നും വലിയ പോയിന്റിലൊന്നും വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ വരുമ്പോൾ യോജിപ്പുള്ള സമയത്ത് യോജിപ്പുണ്ടെന്ന് പറയും. സ്റ്റാൻഡ് ഇല്ലാത്തവനാണെന്ന് എനിക്കറിയാം. അതുമാത്രം ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞുതരാം. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തോ വലിയ സംഭവമാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഞാനാണ് കോടതി എന്ന് നാട്ടുകാരുടെ മുന്നിൽ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടും വെറും പട്ടിഷോ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ കോട്ടാത്തല അഥവാ അഖിൽ മാരാർ. ജാതി പേര് സ്വന്തം പേരിലോട്ടിട്ട് മാസ് കാണിക്കുന്നു. അതിനെയൊക്കെ പറ്റിയിട്ട് മാരാർ എന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഷിയാസ് കരീമിനെ പറ്റിയിട്ട് പറയാൻ മറന്നു 2 വാക്ക്. ഷിയാസ് കരീം അടുത്തൊരു പൊട്ടൻ. ഈ ശരീരം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പോവും ആചാനബാഹുവായിട്ട്, അല്ലാണ്ട് അകത്ത് വെറും പൊള്ളയാണെന്നാണ് തോന്നുന്നത്. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്, ശരീരം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വെറും ഈ ഒരു പ്രഹസനം, ഇങ്ങനെ ചുമ്മാ എന്തൊക്കെ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രഹസനം, ശരീരം മാത്രമേ ഉള്ളൂ. അത് തന്നെ ചുരുക്കി പറഞ്ഞ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിയാസ് കരീം. അപ്പൊ ഏതാണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഷിയാസ് കരീം ബിഗ് ബോസ് സീസൺ 7 റീ എൻട്രി നടത്തിയിട്ടുണ്ടായിരുന്നു. റീ എൻട്രി നടത്തിയ സമയത്ത് അവിടെ പോയിട്ട് അനുമോളുടെ പ്ലാച്ചി എടുത്ത് പുറത്തിറങ്ങായിരുന്നു. അവിടെ ഒരു പ്രഹസനമൊക്കെ കാണിച്ചു. അത് ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ജയിപ്പിച്ചതാണോ എന്താണെന്ന് ഒരു തേങ്ങയും പിടിയില്ല. എന്തായാലും വോട്ട് അവർ ഇറ്റ് ഈസ്, അനുമോളുടെ പ്ലാച്ചി എടുത്ത് പുറത്തിറങ്ങിയതിനെ തുടർന്ന് പൂരത്തെറിവിളി ഷിയാസ് കരീമിന് കിട്ടി. ഷിയാസ് കരീമിന് തെറിവിളി കിട്ടിയ കൂട്ടത്തിൽ മാരാറും എടുത്തിട്ട് അവൻ അലക്കിയായിരുന്നു. മാരാറും അലക്കിയതിനു ശേഷം ഷിയാസ് കരീം പുറത്ത് വന്നതിന് ശേഷം ഓൺലൈൻ മീഡിയക്കാർ വെച്ച് മാരാർ ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. ആരാ മാരാറ്? ഏതാ? മറ്റേ കോട്ടാത്തല, അവനെയാണോ ഉദ്ദേശിച്ചത്? ആ സെറ്റപ്പിൽ ഒരു അടി മാരാറിനിട്ട് അടിച്ചു കൊടുത്തു. ആ അടി മാരാറിന് അങ്ങോട്ട് പിടിച്ചില്ല. മാരാറിന് തിരിച്ചും കൊടുത്ത്. പക്ഷെ ആദ്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിയാസ് കരീം അന്ന് ആ അനുമോളുടെ സീസണിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷം പുറത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു പറച്ചില്ല നമുക്ക് അതൊന്ന് കേൾക്കാം. അഖിൽമാരാർ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. അഖിൽ കോട്ടാത്തല, ആള് പറയുന്നുണ്ടായിരുന്നു അഖിൽ രാജ് കോട്ടാത്തല. അതെ, അങ്ങനെ പറയും. അഖിൽ കോട്ടത്തല അല്ല, അഖിൽ മാരാർ. അതേ അവനെ അത് വാഴയാ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷിയാസ് നിന്നത്. അഖിൽ കോട്ടത്തല അങ്ങനെ പറയാം അതാണ് എന്നുള്ള സെറ്റപ്പിൽ അടിച്ച് അത് മാസ് കാണിക്കാൻ നോക്കിയാണ്. കാരണം ഷിയാസിനെ ഇട്ടിട്ട് മാരാറ് കൊട്ടിയായിരുന്നല്ലോ. ആ കൂട്ടത്തിലും മാസ് അടിച്ചിട്ട് ഞാൻ മരണമാസാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാണിച്ചാണ്. ഇതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. 2 പൊട്ടന്മാർ തമ്മിലുള്ള അടി നമുക്കൊന്ന് കാണാം. ഷിയാസ് കരീം VS അഖിൽ മാരാർ അഥവാ അഖിൽ മാരാർ VS ഷിയാസ് കരീം, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സാധനം അടിച്ചത് മാരാറിനെ അങ്ങോട്ട് പിടിച്ചില്ല. മാരാർ എന്ത് ചെയ്തു? ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവനിട്ട് അങ്ങോട്ട് അടിച്ചു. ഇവനിട്ട് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം അമ്മ അടിച്ച് പുറത്തിറക്കിയെന്ന്, അമ്മ അടിച്ച് പുറത്തിറക്കിയെന്നൊക്കെ ഉള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടടിച്ചു കൊടുത്തു ഇവൻ. അതിനെ തുടർന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ, ഇപ്പോഴാണ് 2 ദിവസം മുന്നേ ഇവൻ പ്രതികരിക്കാവുന്നത്. അതിന്റെ ലോജിക്ക് എനിക്ക് പിടിയിട്ടില്ല. ഞാൻ അതിലോട്ട് വരാം. എന്തായാലും മാരാർ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളോട്ട് പോവാം. അതുപോലെ യുവമാർ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് എന്തോ ഇവനാണ് ആദ്യം പോയി മാരാറിന് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ മാരാർ വേറൊരു വീഡിയോയിൽ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ അണ്ണാക്കി കൊടുക്കുകയും ചെയ്തു മാരാർ, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ ഞാൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇവന്മാർ എന്നാ തേങ്ങയാടാ കാണിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും മാരാർ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവനിട്ട് 2 മാസം മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുപ്പ് നമുക്കൊന്ന് കാണാം. പോയിന്റ് പോകും. ഈ ജാതിയുടെ ഭാഗമായിട്ടുള്ള മാരാർ എന്നുള്ള പേര്, അത് ഞാൻ ജന്മം കൊണ്ട് നമ്മുടെ സംഗീതജ്ഞനാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് അച്ഛനും അമ്മയും മാരാരായതുകൊണ്ട് ഫാമിലി എന്ന് പറയുന്നത് മാരാർ ഫാമിലിയാണ്. താലിപ്പാട്ടൊക്കെ അറിയാം അവർക്ക്. അപ്പോൾ എല്ലാവരും നമ്മൾ അച്ഛനൊക്കെ ജീവിക്കാൻ മാർഗ്ഗമില്ല. അമ്പലത്തിലെ കൊട്ടും പാട്ടും കൊണ്ട് നടന്നിട്ട് ഇന്നത്തെ കാലത്തൊന്നും ആർക്കും ജീവിക്കാനൊന്നും പറ്റത്തില്ല. അവരൊക്കെ ചെറിയ സ്ട്രെങ്ത്. ഞാൻ ആകെ ഒരു മാരാറെ കേട്ടുള്ളൂ, നന്ദഗോപാൽ മാരാർ. നമ്മുടെ ഷർക്കാല ഗോവിന്ദ മാരാർ എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകൾ വലിയ സംഗീതജ്ഞനാണ്. പിന്നെ BJPയുടെ സ്ഥാപക നേതാവിന്റെ പേര് KG മാരാർ എന്നാണ്. അപ്പൊ അതൊക്കെ ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. KG മാരാറുടെ പേരിലാണ് BJPയുടെ ഓഫീസ്. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ അന്വേഷിച്ചപ്പോ, ഹോണസ്റ്റ്ലി പറയാം, ഞാൻ കൊട്ടാരക്കര അന്വേഷിച്ചപ്പോ
അഖിൽ മാരാറിന് മാരാർ ഫാമിലിയോ മാരാറിന്റെ ജോലി സംബന്ധമായിട്ടോ ഒരു ബന്ധവുമില്ല. അഖിൽ കോട്ടത്തല മാത്രമാണ്. കോട്ടത്തല മാറിയപ്പോ പേരിന് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ ഞാൻ പറയാനല്ല. നമ്മളെ പിന്നെ എന്താണ് ഉദയനാന താരത്തില് പുള്ളിയുടെ പേരെന്താ, നമ്മളെ ശ്രീനിവാസൻ ചേട്ടൻ ഇട്ട പേരുണ്ടല്ലോ, സരോജ് കുമാർ ഇട്ട പോലെ ഒരു പേര് സ്ട്രോങ് ആയിട്ട് ഇട്ടാണെന്നാണ് ഞാൻ ഏത് കാസ്റ്റിലാണ് ജനിച്ചതെന്ന് വേറൊരാൾ എങ്ങനെ പറയുന്നു? എന്നാ കാസ്റ്റില് ആദ്യമേ ആവണ്ടേ, പിന്നെ എന്തിനാ ആദ്യമേ നിങ്ങളെ കോട്ടത്തല ഉൾപ്പെടുത്തേണ്ട ആവശ്യം? നമ്മുടെ ഒരുപാട് ആൾക്കാർ മേനോൻ നായർ എന്ന പദവികൾ പിൽക്കാലത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനിത് പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അഖിൽ കോട്ടാത്തല എന്ന പേര് തന്നെ അറിയപ്പെടുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ അത് ചെറുതായിട്ട് ഒന്ന് ചൊറിഞ്ഞ പോലെ തോന്നി. നമ്മുടെ ഷിയാസ് കരീം പറഞ്ഞപ്പോൾ അവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കാൻ പോകുന്നു? 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ വാക്കുകളെയോ അവന് വാക്കിന് മറുപടി പറയുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം. പക്ഷേ മാരാർ അവനെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാണ്. അവനെ അങ്ങോട്ടോ അത്ര അവൻ അങ്ങോട്ട് അന്ന് അവൻ ഹീറോ, അന്ന് മാരാ പിന്നെ അഖിൽ ആരുമല്ല. പക്ഷെ ഇതൊക്കെ ആര് നിങ്ങളോട് പറഞ്ഞു? അഖിൽ ആരുമല്ല. ഇതെന്ത് ബേസ്? ഞാൻ ആരുമല്ല. അവൻ എന്നെ ഇങ്ങോട്ടാണ് പരിചയപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിൽ ധാരണയില്ല. ആദ്യം ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത്? മാരാറ് നൈസായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ കോട്ടാത്തല്ല മാരാറ് ഞാൻ ഏത് ജാതിയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഈ ആങ്കർ ഷിയാസ് കരീമിന്റെ പേരെടുത്തിട്ടും പൊട്ടിത്തെറി. അവനെ കാര്യം നോക്കട്ടെ, അവന്റെ അമ്മ അടിച്ച് പുറത്താക്കി അവിടെ എന്നുള്ള സാധനം. അതായത് മാരാറിന്റെ അടുത്ത് ഏതോ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഷിയാസ് അവന്റെ അമ്മ അടിച്ച് പുറത്താക്കിയെന്ന്, അവന്റെ അമ്മ അവനെ അടിച്ച് പുറത്താക്കിയെന്ന് എന്തോ പറഞ്ഞു കൊടുത്ത്. അത് കേട്ടും കൊണ്ട് ഇത് നൈസായിട്ട് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോയായിരുന്നു. ഇത്രയും കാലം ഈ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കത്തിയതുപോലെ മിന്നി കത്തൂല, അതുപോലെ ഇപ്പോഴാണ് നമ്മുടെ ഷിയാസിന് ഇത് കത്തിയത്. ഇത്രയും കാലം നീ എവിടെയായിരുന്നല്ലേ ചെറുക്ക? അതാ ലൈം ലൈറ്റിൽ നിന്നെ പറ്റിയിട്ട് ആരും ഇപ്പം സംസാരിക്കാത്തതുകൊണ്ട് നീ ഇപ്പം കൊണ്ട് ആ സാധനത്തിന് റിപ്ലൈ കൊടുത്തതാണ്. മൊണ്ണയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നീ എന്ത് തേങ്ങയുടെ കാണിക്കുന്നത്? സാധാരണ നമുക്കൊക്കെ ഇട്ട് ഒരു അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും. അല്ലാണ്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. ഒന്നുകിൽ നീ ഇത്രയും മാസം കഴിഞ്ഞ് വന്ന് റിപ്ലൈ കൊടുത്തതിൻ്റെ ഉദ്ദേശം ഈ മാരാർ പറഞ്ഞ പോലെ നീ നിന്റെ അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും, നിങ്ങൾ ഒന്നിച്ചതിന് ശേഷമായിരിക്കും ഇതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് വന്നത്. ഇതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാരാർ പറഞ്ഞ പോലെ ചിലപ്പോൾ നീ നിന്റെ ഉമ്മ അടിച്ചിറക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ ഉമ്മ നിന്നെ അടിച്ചിറക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണ്. അത് നിങ്ങൾ ആ സമയത്തായിരിക്കും മാരാർ ഇങ്ങനെ ഈ ഇന്റർവ്യൂവിൽ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പോയത്. പക്ഷെ നിങ്ങളിപ്പോൾ ഒന്നിച്ച സമയത്ത് മാരാറിനിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് മേ ബി വന്നതാവാം, അല്ലെങ്കിൽ നീ മണ്ടനായതുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇതിന് പ്രതികരണമായിട്ട് വന്നതാവാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് നീ മണ്ടനായതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ചോദിച്ചു വാങ്ങുന്നത് നിനക്കൊരു ഹൈലൈറ്റ് ആണ് ഇവിടെ ഷിയാസെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ശരീരം മാത്രമേ ഉള്ളൂ, ശരീരം മാത്രമേ നിനക്കുള്ളൂ, ആത്മാവില്ല, നിനക്ക് ആത്മാവേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറൂല. എന്തായാലും ഷിയാസ് അവന്റെ ഉമ്മയും കൂടി വന്നിരുന്ന് മാരാറിനിട്ടുള്ള കൊട്ടു കൊടുത്തിട്ടുണ്ട്, കാണാം. ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയി പറഞ്ഞു. ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കും? 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ പുറത്താക്കി. ഉമ്മ ഒരു പുസ്തകം ഒരു പുസ്തകം എല്ലാ ദിവസവും പുറത്താക്കും. വൈകുന്നേരം ഉമ്മ ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി എന്ന് പറഞ്ഞു പറഞ്ഞു. അത് 10-17 വയസ്സായ മോനുണ്ടായി. ആ ചെറുക്കനുള്ള കാലം വരെ ഈ ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കൂല. അത് പോട്ടെ, അത് കോടതിയിൽ ഇരിക്കുന്ന സാർ നമ്മൾ സ്റ്റേ ഓർഡർ ഒക്കെ വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കുന്ന സാർ വിട്ടിട്ട്. പിന്നെ അതിന്റെ ഉമ്മാനെ ഞാൻ പുറത്താക്കി. എന്റെ വല്യമ്മ ധരിക്കണം, വല്യമ്മ ധരിക്കണം. ഇവരൊക്കെ റമദാൻ മാസമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ പേടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതാണ്. ഞാൻ 10 കഴിച്ച് ഇരിക്കുക. ഇതിന് പറയണ്ടോ? ഒന്നും പറയാനില്ല, പുറത്തൊന്നും ആക്കിയിട്ടില്ല. ആരും പറയണ്ട പുറത്താക്കി. വാവ്, അങ്ങനെ 2 മാസത്തിന് ശേഷം പൊട്ടനായ നമ്മുടെ ഷിയാസ് കരീം മണ്ടൻ. പിന്നെ ഇവനെ എന്താ പറയണം? അപ്പോൾ പ്രതികരിക്കാതെ ഇപ്പൊ ഒന്ന് പ്രതികരിച്ചിരിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവൻ വന്നിരിക്കുകയാണ് പ്രതികരണമായിട്ട്. അപ്പോൾ 2 മാസത്തിന് ശേഷം സ്വന്തം ഉമ്മാനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു പ്രതികരണമായിട്ട് നമ്മുടെ ഷിയാസ് കരീം എത്തിയിരിക്കുകയാണ്. ഉമ്മ, നിങ്ങൾ സത്യം പറ, ഉമ്മാനെ ഇവനെ അടിച്ചിറക്കി. അതായത് ഉമ്മ ഇവനെ അടിച്ചിറക്കി. ഇവന്റെ കുണം വെച്ചിട്ട് ഇവനെ അടിച്ചിറക്കാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. അല്ലാണ്ട് ഇവനെയൊക്കെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ മരാർ പറഞ്ഞതിന് ഉള്ള മറുപടി 2 മാസം കഴിഞ്ഞിട്ട് നമ്മളെ ഷിയാസ് അളിയെ വന്നിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. എടാ, ശരീരത്തിന്റെ അകത്ത് കുറച്ച് ആത്മാവാകാം. എന്തുവാടേ ഇതൊക്കെ? ചുമ്മാ അല്ല ഇങ്ങനെ ഇരിക്കുന്ന. അത് പോട്ടെ. ഇനി ഈ മാരാറിന്റെ പേര് വന്നതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഷിയാസ്, നീ എന്താ ഇങ്ങനെ 2 ദിവസം നീ എവിടെയായിരുന്നു? നിന്റെ പ്രതികരണ ശേഷിക്ക് എന്തെങ്കിലും ഡാമേജ്, എനിത്തിങ് എൽസ്? എന്തെല്ലാം ആവട്ടെ. ഇതെല്ലാം നീ പോ മാരാർ ഇന്റർവ്യൂ കണ്ടിന്യൂ. അവൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ പടത്തിൽ ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു വേഷം തന്നാൽ മതി എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് അങ്ങനെ വന്ന് പരിചയപ്പെട്ടപ്പോൾ അഖിൽ പരിചയപ്പെടുത്തിയത് ഞാൻ പിന്നെ അഖിൽ കോട്ടത്തലാണെന്ന് പറഞ്ഞു.
അത് എന്റെ പേര് അങ്ങനെ ആണല്ലോ. അന്ന് അങ്ങനെ പറഞ്ഞു. അല്ല അതേ ഷിയാസും പറഞ്ഞുള്ളൂ. അതേ ഷിയ എനിക്ക് അഖിൽ മാരാറിന് അറിയില്ല, എനിക്ക് അഖിൽ കോട്ടത്തലിനെ അറിയുള്ളൂ. അത് അഖിൽ പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ ഒരു മിനിറ്റ്, ഈ അഖിൽ മാരാർ എന്ന് പറയുന്നതിലൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന അഖിലിനെ ജനം അറിയുന്നത്, കേരളം അറിയുന്നത്. അഖിൽ കോട്ടാത്തൽ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം എന്താ, അത് തെറ്റല്ല. ഒരു പേര് നമ്മൾ വലിയ വലിയ കലാകാരന്മാരുടെ പേര് ഉൾപ്പെടുത്തിയിട്ട് ഒരു തെറ്റല്ലത്. അതിലൊരു പേരല്ലോ, ഒരു ജാതിയുടെ പേരാണ്. പേരെന്താ? പ്രേംനസീറിന്റെ ജാതി പേരല്ല. എന്തായിരുന്നു പേര്? മമ്മൂക്കയുടെ പേരെന്തായിരുന്നു? ജയന്റെ പേരെന്തായിരുന്നു? ദിലീപേട്ടന്റെ പേരെന്തായിരുന്നു? ജയനൊക്കെ കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റിയിട്ട് ജയൻ ഇട്ടതാ. ജയൻ മാറ്റിയിട്ട് കൃഷ്ണൻ നായർ എന്നല്ല ഇട്ടത്. എന്താ കുഴപ്പം? കുഴപ്പമില്ല. ഒരു ഇന്നത്തെ കാലത്ത് കമല നെഹ്റു ഇന്ദിരാഗാന്ധിയായിട്ട് അറിയപ്പെട്ടു. ഇന്ദിര കമല നെഹ്റു ആയിട്ട് തന്നെ അറിയപ്പെട്ടാലും അവർ ഇന്ത്യയിൽ നല്ലൊരു പേര് എനിക്ക് തോന്നിയത് അഖിൽ രാജ് എന്നുള്ള പേര് മാറ്റി ജാതിയുടെ വാല അവിടെ ചേർക്കേണ്ട ആവശ്യം. അന്നേരം ചോദിക്കേണ്ട ചോദ്യം എന്തിനാണ് ഈ പേര് മാറ്റിയെന്നാ ചോദിക്കേണ്ടത്. അല്ല, ഞാൻ മാരാറല്ലെന്ന് പറയാൻ നിങ്ങളാരാ? ഞാൻ കാര്യം പറയാം. വേറൊരുത്തനാരാ? ഞാൻ പറയട്ടെ, ആരുമല്ല. ഞാൻ എന്താ പേര്? സർട്ടിഫിക്കറ്റിലെ പേരിലൂടെയാണോ കേരളം അറിയപ്പെടുന്ന ആൾക്കാരെ? കേരളം അറിയപ്പെടുന്നില്ല. നമ്മൾക്കൊരു പാസ്പോർട്ടിലെ പേരുണ്ടാവില്ലേ? നിങ്ങൾ എയർപോർട്ടിൽ വിളിക്കണത് ഞാൻ ചോദിക്കട്ടെ. അഖിൽ എയർപോർട്ടിൽ ഒരു കൗണ്ടറിൽ നിന്ന് വിളിക്കുന്ന സ്റ്റാഫ് വിളിക്കുമ്പോൾ അഖിൽ മാരാർന്നാണ് വിളിക്കുക. എനിക്ക് ഗസറ്റ് കൊടുത്താൽ മാറ്റിക്കൂടെ? മാറ്റിയിട്ടുണ്ടോ? അതെന്റെ ഇഷ്ടമല്ലേ? അതാ പറഞ്ഞത്. ജ്യോതി ചേട്ടനാണ് എന്നോട് ഈ പേര് മാറ്റാൻ പറയുന്നത്. അഖിൽ കോട്ടാത്തല എന്ന പേര് ആ സമയത്ത് ഞാൻ റൈറ്റപ്സ് എഴുതും. എൻ്റെ ഒരുപാട് ആർട്ടിക്കിളുകൾ പബ്ലിഷ്ഡ് ആവുന്ന സമയത്ത് ഇംഗ്ലീഷിൽ KOTTHAL എന്ന പേര് മലയാളത്തിൽ ഒരാൾ തർജ്ജമ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടല്ല ഉച്ചരിക്കുന്നത്. കോട്ടാത്തല എന്ന് പറയുന്ന പേരിനെ കൂട്ടാത്തല, കൊട്ടത്തല എന്നുള്ള പല രീതിയിലായിരിക്കും മലയാളം തർജ്ജമ വരുന്നത്. ആ സമയത്ത് സുരാജേട്ടൻ, ഞാൻ ആദ്യത്തെ എൻ്റെ കഥ ഡിസ്കസ് ചെയ്യുന്ന സുരാജേട്ടനായിട്ടാണ്. അപ്പോൾ സുരാജേട്ടൻ ഞാനൊന്നും സംസാരിച്ചപ്പോൾ സുരാജേട്ടൻ പറഞ്ഞു അപ്പോൾ സുരാജേട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എടാ, നാഷണൽ അവാർഡ് മേടിക്കാൻ പോയപ്പോഴാണ് ഈ വെഞ്ഞാറമൂട് എന്നുള്ളൊരു പേര് ഇംഗ്ലീഷിൽ വായിക്കാൻ ഇവർ വിടുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. ഇങ്ങനെ തമാശയായിട്ട് ഒരിക്കൽ സുരാജേട്ടനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കോട്ട, അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും പറയുന്നുണ്ട്, ജ്യോതി ചേട്ടൻ തമാശ രൂപേണ എന്നോട് പറഞ്ഞു, ഇത് കള്ളി ഷാപ്പിലൊക്കെ നിൽക്കുന്നവന്മാരാണ് ഒരു പേരിടാതെ വൃത്തിയുള്ള ഒരു പേരിടുക. അപ്പൊ അതന്നെ ഞാനും പറഞ്ഞോളൂ. അപ്പൊ തമാശ രൂപേണ ചേട്ടൻ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ പറഞ്ഞു, ചേട്ടാ നമ്മളിപ്പം സിനിമയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പഴയത് കണക്ക് ഇപ്പം പണ്ട് സത്യനന്ദിക്കാട് സെൽഫ് ഇൻസൾട്ടിങ് തോന്നി. അപ്പൊ അല്ല ഇൻസൾട്ട് നമുക്ക് ഒരു മോശം തോന്നി. അപ്പം എന്റെ പൊന്നാങ്കറിന നിങ്ങൾ ഇതെന്തുവാ പറയുന്നത്? നിങ്ങളോടാ എനിക്ക് യോജിപ്പില്ല കേട്ടോ. മാരാർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിപ്പോ അങ്ങനെ പേരെന്തെങ്കിലും ആവട്ടെ, ഗസറ്റിലെ പേരാണോ ഇപ്പോൾ ആനകാര്യം? അത് ആനകാര്യമൊന്നുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലെ പേര് എല്ലാവർക്കും വേറെ ആയിരിക്കും. ഇപ്പൊ എന്റെ ലീഗൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുൽ ബാബു എന്നാണ്. അച്ഛന്റെ പേര് ഉൾപ്പെടെ ചേർത്തിട്ടാണ് അതുൽ ബാബു എന്നാണ് എന്റെ പേര്. പക്ഷെ എന്നെ ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്ന ഒന്നിൽ അതുലെന്ന് വിളിക്കും, അല്ലെങ്കിൽ അതുൽ വ്ളോഗ്സ് എന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. കാരണം എന്റെ സോഷ്യൽ മീഡിയയിലെ പേര് ഞാൻ അതുൽ വ്ളോഗ്സ് എന്നാണ് എല്ലായിടത്തും ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തുവാ ആങ്കർ എണ്ണ ഇങ്ങനെയൊക്കെ ഒരുമാതിരി. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ അഖിൽ മാരാറെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഞാനായാലും അഖിൽ മാരാർ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ല അഖിൽ കോട്ടാത്തല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഷിയാസ് അന്ന് വന്ന് മനഃപൂർവ്വം ചൊറിഞ്ഞതാണ്. ഓ അഖിൽ മാരാർ അതേവനെ, അത് അഖിൽ കോട്ടാത്തല, ആ കോട്ടാത്തല അത് ഇട്ട് താങ്ങിയതാ. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പൊ അഖിൽ മാരാർ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്, അല്ലാതെ അഖിൽ കോട്ടാത്തല എന്ന് നമ്മൾ ആരും പറയാറില്ല. നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങേരെ തന്നെ ഇട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചൊരു പേരാണ്. അതിന്റെ ഇടയിൽ ഇനിയിപ്പം ഗസറ്റിൽ ഈ പേരല്ലല്ലോ, ലീഗൽ നെയിം ഇതല്ലല്ലോ, പിന്നെന്താ എന്ത് വേടേ ഇത്? ഇപ്പൊ നമുക്ക് ഗസറ്റിൽ ഉള്ള പേരാണോ നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പേര്? എല്ലാവർക്കും വീട്ടിൽ ചില പേര് കാണത്തില്ലേ? അത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോ എന്ത് വേടേ ഇത്? ആങ്കറിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനടെ കാണിക്കുന്നത്? എന്തായാലും ഷിയാസ് കരീം മാം, ശരീരം മാത്രം ഇങ്ങനെ കൊണ്ട് നടക്കാണ്ട് കുറച്ചു നേരം ആത്മാവിന് അതിൻ്റെ അകത്ത് നിർത്ത്. മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഉഡായിപ്പുകളും കാണിച്ച് നടക്കാറുണ്ട്. മര്യാദയ്ക്കൊക്കെ പോകാൻ താക്ക്. പിന്നെ മാരാറ് ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിലൊക്കെ ആയിരുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിലവാരങ്ങളില്ല. പിന്നെ ഉൾട്ടയടിക്കും, തിരിച്ചടിക്കും, നേരെ അടിക്കും, മറിച്ചടിക്കും. ചില സമയം കുഴപ്പമില്ല, ചില സമയം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ അഖിൽ മാരാറ് ഷിയാസ് കരീമിന്റെ വീട്ടിൽ കയറി അടിക്കായിരുന്നാൽ കൊള്ളാം. മാരാറ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ തമ്മിൽ അടിക്കാതിരുന്നാൽ കൊള്ളാം. ഒരു അടിയായിരുന്നെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ആയിരുന്നു.